ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാലാരൂപത ഇവാഞ്ചലൈസേഷൻ അനുഗ്രഹ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് അല്പം ചിന്തിക്കാൻ പോകുന്ന വിഷയം നിത്യജീവനുമായി ബന്ധപ്പെട്ടാണ്. ഈശോ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരം അരുളി ചെയ്തു, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമായിട്ടാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അപ്പോൾ ബൈബിളിൽ കള്ളൻ, ദുഷ്ടൻ, ശത്രു, നുണയൻ, മോഷ്ടാവ്, കൊലപാതകി, കവർച്ചക്കാരൻ, ഇനി ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന വ്യക്തി പിശാചാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ ഏക ശത്രുവും പിശാച് തന്നെയാണ്. അവൻ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം 3 കാര്യങ്ങളാണെന്ന് ഈശോ പറഞ്ഞു. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ആദ്യത്തെ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതാണ്. മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മോഷ്ടിക്കപ്പെട്ടത്? ദൈവത്തിൻ്റെ മക്കളെ അവൻ മോഷ്ടിച്ചത്, അവൻ്റെ സ്വന്തമാക്കി. മനുഷ്യൻ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ കരവേലയാണ്. മനുഷ്യനെ മോഷ്ടിക്കുക ചെയ്ത്. മനുഷ്യനെ മോഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന എല്ലാ അധികാരങ്ങളും അവൻ്റെ കയ്യിലായി. മനുഷ്യനും അവൻ്റെതായി, മനുഷ്യർ കൊടുത്തിരുന്ന അധികാരങ്ങളും അവരുന്നായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് പറയുക. അപ്പോൾ ലോകത്തെ ഭരിക്കണമെങ്കിൽ അവന് അധികാരം ഉണ്ടായിരിക്കണം. അപ്പോൾ അധികാരം ദൈവം മനുഷ്യന് ആദ്യം തന്നെ കൊടുത്തിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ നമ്മൾ കാണുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിൽ ഉള്ള മറ്റ് എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ സൃഷ്ടികളുടെ മേൽ ആധിപത്യവും അധികാരവും നൽകി. അപ്പോൾ ഈ അധികാരം മനുഷ്യനുണ്ടായിരുന്നതാണ്. അപ്പോൾ എല്ലാ സൃഷ്ടികളും മനുഷ്യന് വിധേയപ്പെട്ട്, എല്ലാ ജീവജാലങ്ങളും മനുഷ്യന് വിധേയപ്പെട്ട് മനുഷ്യരോട് ഇണങ്ങി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. മനുഷ്യനെ എന്ന് പിശാച് വഞ്ചിച്ചു, അല്ലെങ്കിൽ അവൻ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വഞ്ചനയിലൂടെ, ചതിയിലൂടെ ദൈവത്തിൻ്റെ മക്കളെ അവൻ മോഷ്ടിച്ചെടുക്കുകയാണ്. രണ്ടാമത് കൊന്നുകളയുക. 2 കാര്യങ്ങളാണ് അവൻ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ്? ആദ്യം മോഷ്ടിക്കപ്പെട്ടു, രണ്ടാമത് മനുഷ്യനെ കൊന്നു. എങ്ങനെയാണ് മനുഷ്യനെ വന്നിരിക്കുന്നത്? തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് മനുഷ്യനെ കൊന്നത്? ദൈവം മനുഷ്യനോട് പറഞ്ഞിരുന്നു, ഈ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുത്, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. അപ്പോൾ ഈ വചനം ശ്രദ്ധിച്ച് കേട്ടത് ഒരുപക്ഷെ പിശാചാണ്. മനുഷ്യനെ കൊല്ലാനായിട്ട് വന്നവൻ ഒരു ഉപായം അവന് കിട്ടി. മനുഷ്യനെ കൊല്ലാനുള്ള വഴി അവന് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ അവന് കിട്ടി. ഈ പഴം പറിച്ചു കൊടുത്താൽ അവനെ കൊല്ലാമെന്ന് പിശാചിന് വ്യക്തമായി. അവനതിനു വേണ്ടി അവസരം കാത്തിരുന്നു. അതേ പഴം തന്നെ പറിച്ചു കൊടുത്ത് ഒരുപക്ഷെ മനുഷ്യനെ കൊല്ലുക ചെയ്ത്. ദൈവം പറഞ്ഞിരുന്നു, ഇത് ഭക്ഷിക്കുന്ന ദിവസം മരിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. തന്ത്രപൂർവ്വം ഈ പഴം പറിച്ച് ഹവ്വായി വഴി 2 പേർക്കും കൊടുത്തു. അവർ 2 പേരും മരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ പുറത്താക്കപ്പെട്ട മനുഷ്യൻ ഇരുളിലും മരണഭയത്തിലും അന്ധകാരത്തിലായിരുന്നു. അവരെക്കുറിച്ച് പറയുക, ഇരുളിലും മരണഭയത്തിലും കഴിഞ്ഞ ജനം. ഈ മനുഷ്യരെക്കുറിച്ച് പറയുന്നത് അവർ മൃതരാണെന്ന് പറയാം. മൃതർ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത, ചലിക്കുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ. നിർജീവാവസ്ഥയിലായി തീർന്നു മനുഷ്യൻ. കാരണം ജീവൻ നഷ്ടപ്പെട്ടു. എവിടെയാണ് ഈശോയുടെ കടന്നുവരവിൻ്റെ പ്രാധാന്യം? ഈശോ പറയുക, ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ജീവനുണ്ടാകാനോ സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി പഠിപ്പിക്കുക. ഈശോ വന്നിരിക്കുന്നത് നമ്മൾ നശിക്കാതിരിക്കാനാണ്. ദുഷ്ടൻ വരുന്നത് നമ്മളെ നശിപ്പിക്കുവാനായിട്ടാണ്. ഇനി ഒരു കാര്യം കൂടി ചെയ്താൽ മതി. 2 കാര്യം ഞാൻ പറഞ്ഞു. 2 കാര്യം അവൻ ചെയ്തു കഴിഞ്ഞു. മോഷ്ടിക്കുകയും കൊല്ലുകയും ചെയ്തു. ദൈവത്തിൻ്റെ മക്കളെ മോഷ്ടിച്ചപ്പോൾ ദൈവത്തിന് മനുഷ്യന് കൊടുത്തിരുന്ന എല്ലാ അധികാരങ്ങളും അവൻ്റെ കയ്യിലായി. അതുകൊണ്ടാണ് അവൻ ഈ ലോകത്തെ ഭരിക്കുന്നത്. മനുഷ്യന് കൊടുക്കുന്ന അധികാരം അവൻ്റെ കയ്യിലെത്തി. അവൻ ഈ മനുഷ്യൻ്റെ ലോകത്തെ ഭരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഈശോ പലപ്പോഴും പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഇതാ ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എൻ്റെ മേൽ അധികാരമില്ല. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പിന്തള്ളപ്പെടും. ഇങ്ങനെയൊക്കെ ഈശോ സൂചിപ്പിക്കുമ്പോൾ
എവിടെ നിന്നാണ് ഈ അധികാരം ലഭിച്ചിരിക്കുന്നത്? ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? പിശാചിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഈശോ മരുഭൂമിയിൽ പരീക്ഷയിൽ ഈശോയുടെ മുഖത്ത് നോക്കിയാൻ പറയുന്നുണ്ട്, ഇതാ ഈ കാണുന്ന മുഴുവൻ ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി. അങ്ങനെ പറയാൻ മാത്രം ഇത് മുഴുവൻ അവൻ്റെ കരങ്ങളിൽ എപ്പോഴാണ് ചെന്നത്? ഏത് മനുഷ്യന് കൊടുത്തിരുന്നതാണ്. മനുഷ്യനെ അവൻ മോഷ്ടിച്ച് അവൻ്റെ കസ്റ്റഡിയിലാക്കിയപ്പോൾ മനുഷ്യനുണ്ടായിരുന്ന അധികാരവും മനുഷ്യന് കൊടുത്തിരുന്ന അവകാശവും ആധിപത്യവും മുഴുവൻ പിശാചിൻ്റെ കയ്യിലായി. ഇവിടെയാണ് ഈശോ വന്നിട്ട് പറയുക, ഞാൻ വന്നിരിക്കുന്നത് ആരും നശിച്ചു പോകാതിരിക്കാനാണ്, നിങ്ങൾ നശിക്കാതിരിക്കാനാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിലെ വാക്യങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഇവിടെ പറയുക, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുക. ഈ വചനം തന്നെയാണ് അവിടെ പറയുക. എനിക്ക് നിങ്ങളുടെ മേലൊരു പദ്ധതി ഉണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഈശോയുടെ വരയിലൂടെ സംജാതമാകുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈശോ വന്നത് എങ്ങനെയാണ് നമ്മളെ ഈ നാശത്തിൽപ്പെടാതെ രക്ഷയിലേക്ക് നയിച്ചത്. ഇവിടെ യോഹന്നാൻ 3:16 നമ്മൾ വായിച്ചു, അവന് വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം അത്രമാത്രം നമ്മൾ സ്നേഹിച്ചു. പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകി നമ്മൾ നശിക്കാതിരിക്കാനാണ്. യോഹന്നാന്റെ സുവിശേഷം 1:11-12 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ സ്വജനത്തിൻ്റെ അരികിലേക്ക് വന്നു, അവർ അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നമ്മൾ പിതാവായ ദൈവം തൻ്റെ പുത്രൻ നമുക്ക് നൽകിയതാണ്. നമ്മൾ അവനെ സ്വീകരിച്ചവരാ, അവനിൽ വിശ്വസിക്കുന്നവരാ. പിതാവ് എങ്ങനെയാണ് തൻ്റെ പുത്രനെ നമുക്ക് നൽകിയത്? എപ്രകാരമാണ് നമ്മൾ അവനെ സ്വീകരിച്ചത്? നമ്മൾ ചിന്തിക്കണം. നമ്മളാരും നശിച്ചു പോകാതിരിക്കാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ വിഭജിച്ച്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വലിച്ചു കീറി നമുക്ക് തിന്നാൻ തരികയാണ്. എന്തുകൊണ്ടാണ്? ഒരിക്കലും ഒരു ഭക്ഷണം ദൈവം പറഞ്ഞ് മനുഷ്യനത് ഭക്ഷിച്ചാൽ നീ മരിക്കും, അവനത് വാങ്ങി ഭക്ഷിക്കാൻ ഇടയായി. എന്നാൽ ഇവൻ നശിക്കാതിരിക്കാൻ, വീണ്ടും ജീവൻ പ്രാപിക്കേണ്ടതിന് മറ്റൊരു ഭക്ഷണം നമുക്ക് ക്രമീകരിക്കുക. അതെന്തുവാണ്? തൻ്റെ പുത്രൻ്റെ ശരീരവും രക്തവുമാണ്. അപ്പം നമ്മൾ ഈശോയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പേര് സ്വീകരിച്ചവരല്ല, പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായവരല്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിച്ചവരെ സ്വീകരിച്ചവരാ, ക്രിസ്തുവിൻ്റെ രക്തം സ്വീകരിച്ചവരാ, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചവരാ, ക്രിസ്തുവിൻ്റെ നാമം സ്വീകരിച്ചവരാ, ക്രിസ്തുവിൻ്റെ വചനം സ്വീകരിച്ചവരാ. എല്ലാ അർത്ഥത്തിലും എല്ലാ വിധത്തിലും ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവാംശമായി മാറിയവരാ. നമ്മൾ ദൈവങ്ങളാണ് എന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. നമ്മളെ ദൈവങ്ങളാക്കി മാറ്റുക, ദൈവപുത്രൻ വന്നിട്ട് നമ്മളെ ദൈവങ്ങളാക്കി മാറ്റുകയാണ്. അപ്പം ഈശോയെ ഭക്ഷിച്ചവരാ, നമ്മൾ ഈശോയെ പാനം ചെയ്തവരാ, തൻ്റെ ഏകജാതനെ നൽകിയത് അപ്രകാരമാണ്. നമ്മൾ ഈശോയെ ഭക്ഷിച്ചവരാ, പാനം ചെയ്തവരാ. എന്തിന്? നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ വിഷയമാണ്. ഒത്തിരി നേരം ധ്യാനിക്കുകയും പങ്കുവയ്ക്കാനുമുള്ള ഒത്തിരിയേറെ വചനങ്ങൾ ഇതിനകത്ത് കൂട്ടിക്കാനായിട്ടുണ്ട്. നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പറയുകയാണ്. ഇത് ഈശോയിൽ നിന്ന് ഈശോ വന്ന് ഈ നമ്മുടെ മേൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരവും അവകാശവും എല്ലാം തിരികെ തരുന്നുണ്ട്. എപ്രകാരമാണത്? ഹെബ്രായ ലേഖനം 2:15 നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുക, അവൻ കുരിശിൽ സ്വജീവൻ ബലിയർപ്പിച്ചുകൊണ്ട്. ഹെബ്രായ ലേഖനം 2:15 ബൈബിൾ കൂടെ എടുത്ത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് ഈ വചനം മനസ്സിലാക്കിയും കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അത് വ്യക്തത കിട്ടും. ഹെബ്രായ ലേഖനം 2:15 പറയുകയാണ്, മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും പാവവാക്കാവുന്ന പോലെ തന്നെ അവനും അവയിൽ പാവവാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ, മരണത്തിൻ്റെ മേൽ അധികാരമുള്ളത് ആർക്കാ? പിശാചിനാണ്. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ആരെ ഭയപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കൊന്നതിന് ശേഷം നരകത്തിലേക്ക് വലിച്ചെറിയാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ, അതെ അവനെ ഭയപ്പെടുവിൻ. ഈശോ കൂടി ചേർത്തു, ഒരു 10 നാണയത്തിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. നിങ്ങളുടെ മുടിനാർ ഇടവരെ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന്, സ്വർഗത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ വിലയുള്ളവരാണ്.
അതുകൊണ്ട് വിലപ്പെട്ടവരായ നമുക്ക് വിലയായി സ്വജീവൻ നൽകിയവനാണ് ഈശോ. കൊണ്ട് പറയുക, മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ എന്ത് ചെയ്തു? നശിപ്പിച്ചു എന്ന് പറയുക. ഇവിടെ എന്താ കാണുക? നമ്മളെ നശിപ്പിക്കാൻ വന്നവനെ തൻ്റെ മരണത്താൽ ഈശോ നശിപ്പിക്കുക. ഇനിയും കൊളോസ്സോസ് ലേഖനം 2:15 വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുകയാണ്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിലവയുടെ മേൽ വിജയം വരിച്ചുകൊണ്ട് അവയെ അവഗണനാ പാത്രമാക്കി മാറ്റിയെന്ന്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും, നമ്മുടെ മേൽ ആധിപത്യം അധികാരം വഹിച്ചിരുന്ന ആരാ? പിശാച. അതുകൊണ്ട് ഈശോ പറഞ്ഞത് പലപ്പോഴും ചില യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ മനുഷ്യന് നേരെ, അന്നത്തെ ജനങ്ങളുടെ നേരെ നോക്കിയിട്ട് പറയാം, നിങ്ങൾ നിങ്ങളുടെ പിതാവായി പിശാച് എന്നുള്ളവരാ. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവൻ അത്രമാത്രം സ്വാധീനം മനുഷ്യനെ ചെലുത്തിയിരുന്നു, അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാച് എന്നുള്ളവരാണെന്നൊക്കെ ഈശോ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ചില സ്വഭാവ വൈകല്യങ്ങൾ നമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഈശോ വന്ന് നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ ദൈവമക്കളാക്കി, തൻ്റെ ആത്മാവിനെ നൽകി ദൈവപുത്രന്മാരും ദൈവത്തിൻ്റെ മകനും മകളുമാക്കി നമ്മളെ മാറ്റി. ഇവിടെ നമുക്ക് ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ട അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം കർത്താവ് നമുക്ക് തിരിച്ച് തരികയാണ്. ആധിപത്യങ്ങളെ അധികാരങ്ങളെ അവൻ നിരായുധമാക്കി എന്ന് പറയുമ്പോൾ പിശാചിന്റെ കയ്യിൽ പിശാചിന്റെ കയ്യിലുണ്ടായിരുന്ന അധികാരങ്ങളും ആധിപത്യങ്ങളും എല്ലാം കർത്താവ് തൻ്റെ കുരിശുമരണത്താൽ നിരായുധമാക്കി അവയെ തിരിച്ചെടുത്തിട്ട് അവനെ അവഹേളന പരിഹാസ വിഷയമാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുക, ഈശോ പറഞ്ഞു, ഇതാ ഈ ലോകത്തിന് അധികാരി വരുന്നൊക്കെ നമ്മൾ കേട്ടതാണ്. ഇവിടെ പറയുക, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുക, ഇതാ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും പിതാവ് എനിക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടിയോടും ഈ സത്യം വിളിച്ചു പറയണം, ഈ സുവിശേഷം അറിയിക്കണം. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരങ്ങളും ഇപ്പോൾ എവിടെയാണ്? പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. മുമ്പ് പറഞ്ഞു, ഇതാ ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, ഇവനെ എൻ്റെ മേൽ അധികാരമില്ല എന്നൊക്കെ പറഞ്ഞു. ഈ പിശാച് തന്നെ ഈശോയോട് പറയുക, ഇതെല്ലാം എൻ്റേതാ, നീ എന്നെ ആരാധിച്ചാൽ മതി. കർത്താവ് അവിടെ എന്ന് നിഷേധിച്ച് പറയുന്നില്ല. ഇപ്പോൾ പറയുക, ഇതാ ഈ ലോകത്തിലും സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും പിതാവ് എനിക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക. അങ്ങനെ ഈ അധികാരങ്ങളെല്ലാം അവനും തിരിച്ചെടുത്തിട്ട് അവനെ അവഹേളന പാത്രമാക്കി, എന്നിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിരുന്ന ആധിപത്യവും അധികാരവും എല്ലാം നമുക്ക് വീണ്ടും തിരിച്ചു തരുന്നത് ലൂക്ക 10:19 നമ്മൾ കാണുന്നുണ്ട്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേലും ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ തൊടുക പോലുമില്ല എന്ന് ഈശോ പറയുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ യോഹന്നാൻ 10:10, ഇത് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്. അവനൊരു ദൗത്യം 2 കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ നശിക്കാതിരിക്കാനായിട്ടാണ്. നമ്മളെ നശിപ്പിക്കാൻ വന്നവനെ കർത്താവ് നശിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒന്നാമത്തെ കാര്യം. അത് ഹെബ്രായ ലേഖനം 2:15 നമ്മൾ കണ്ടു. തൻ്റെ മരണത്താൽ അവനെ നശിപ്പിച്ച്, ഇനി ഹെബ്രായ ലേഖനം 2 പറയുക, അവനെ പരിഹാസ വിഷയമാക്കി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അധികാരങ്ങളും ആധിപത്യങ്ങളും എല്ലാം കർത്താവ് തിരിച്ചെടുത്തു. എന്നിട്ട് പറയാം, ഇതാ സ്വർഗത്തിനും മുമ്പുള്ള എല്ലാ അധികാരവും എനിക്ക് തന്നിരിക്കുന്നു. വീണ്ടും നമ്മളോട് പറയാം, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിക്ക് വേണ്ടി ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു. നമുക്ക് ഈ സത്യങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്കൊരു ശക്തിയും ബലവും നമ്മുടെ ഉള്ളിലെ ഭയവും ഉത്കണ്ഠയും ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്തകളും എല്ലാം നമ്മൾ വിട്ടുപോവുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യോഹന്നാൻ 8:31 പോലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഈശോ പറയാം, നിങ്ങൾ എൻ്റെ വചനത്തെ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നമുക്ക് ഈ സത്യങ്ങൾ അറിയുമ്പോൾ വലിയൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ടാകും. ഒരുപാട് കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അടിമത്തങ്ങൾ തകരും. നമുക്ക് വലിയൊരു റിലീഫ്, നമ്മുടെ ഉള്ളിൽ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ നിരന്തരം, എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ നിരന്തരം ഇടപെടാതെ വായിക്കണം, ധ്യാനിക്കണം, മനനം ചെയ്യണം. ഇതിലൂടെ കർത്താവ് പറഞ്ഞ് നമുക്ക് നിലനിൽക്കുന്ന ഒരു ബന്ധം ഈശോയുമായിട്ടുണ്ടാകുമ്പോൾ ഈ വചനത്തിൽ നിന്ന് ഒരുപാട് സത്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. അത് നമുക്ക് സ്വാതന്ത്ര്യം നൽകും. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും ധാരാളം പങ്കുവയ്ക്കാനായിട്ട് ഞാനിവിടെ ചുരുക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.